സൂചിപ്പാറയിൽ കുടുങ്ങിയ സാലിയുടെ സഹോദരനും അമ്മാവനുമാണ് എനിക്കൊപ്പമുള്ളത്. വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇവര് പോയത്? വീട്ടിലല്ല, എൻ്റെ അമ്മാവനുണ്ട്, വലിയ അമ്മാവൻ ഇവിടെ ഇപ്പം നിലവിലില്ല. അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ ദുരന്തമുഖത്ത് ഇതിലെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ബോഡികൾ. ആ ടൈമിലാണ് ഞാൻ വൈകിട്ട് പോരുമ്പോൾ സാലി എത്തിയിട്ടില്ല എന്നറിയണത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ഞങ്ങളോടുന്ന് ഭക്ഷണ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്, അവരെത്താനുള്ള ടൈമിന് കണക്കാക്കിയിട്ട് തന്നെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ബേജാറാവില്ല, കാരണം ഫോണില്ല, ഒന്നുമില്ല. ഫോണൊക്കെ നോക്കുമ്പോൾ വണ്ടിയിലുണ്ട്. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് പോയതാണ്, അവിടെ എത്തിയതുമില്ല. അവിടേക്ക് എത്തിയപ്പോൾ എൻ്റെ അളിയൻ്റെ വീട്, എൻ്റെ പെങ്ങളെ വീടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. കാരണം എൻ്റെ പെങ്ങളെ കെട്ടിച്ച മുണ്ടക്കൈക്കാണ്. അപ്പോൾ അളിയനൊക്കെ വിളിച്ചു. ശരിക്കും വയനാട്ടിലേക്ക് കയറാൻ വേണ്ടി പോയതാണോ അതോ? അളിയൻ്റെ വീട്, ഞങ്ങളെ വീട് അവിടെ ഉണ്ട്, പെങ്ങളെ വീട് അവിടെ ഉണ്ട് മുണ്ടക്കൈ. അപ്പോൾ പരിചയമുണ്ട്. സൂചിപ്പാറ വഴി വയനാട്ടിലേക്ക് പോകാം. സൂചിപ്പാറ കയറിയിട്ട് പോയിട്ടില്ല, അതിൽ വേറെ വഴിയുണ്ട്. അപ്പോൾ ഈ പൊട്ടിയ സ്ഥലത്ത് കൂടെ പോയാലല്ലോ ബോഡി കാണുള്ളൂ. അങ്ങനെ അവർ സ്ഥിരീകരിക്കാൻ വേണ്ടി പോയതാണ്. ബോഡി നോക്കി വയനാട്ടിലേക്ക് കയറാം. ഇന്നലെ ഒരു മണിക്ക് അവർക്കൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ബോഡി കിട്ടിയപ്പോൾ അത് ഏകദേശം ഒരു ജുമാൻ്റെ നേരത്താണ്. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നൂഫലെ ഇങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, നമുക്ക് 6 ബോഡി കിട്ടി, ആ റോപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ ആ ബോഡി വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബോഡി ജുമായ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ബോഡി എടുത്തുകൊണ്ട് നിങ്ങൾ പോകണം. അങ്ങനെ ബോഡി എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ 18 പേര് ഞങ്ങൾ ബോഡി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മൊബൈൽ ഇല്ലല്ലോ, അങ്ങനെ ബന്ധപ്പെട്ടത്? അതായത് ഫോറസ്റ്റുകാരൻ്റെ ഒരു മോളിന് വിളിച്ചിട്ടാണ്. ആ സ്ഥലത്ത് ആ തുരുത്തിൽ റേഞ്ച് ഉണ്ട്, ആ പ്ലാന്റേഷൻ്റെ ലാസ്റ്റിൽ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ബോഡി ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെ ബോഡി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ ബോഡി വേറെ സന്നദ്ധ പ്രവർത്തകർ ആ ബോഡി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒഴുക്കിൽപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മൾ റൈസ് ഇവനെ കരക്ക് പിടിച്ച് കയറ്റുന്നത്. അങ്ങനെ അവരെ കൂടെ ഉള്ള ആളുകൾ പുറകോട്ട് തിരിഞ്ഞു പോകുന്നു ചെയ്ത്. മൂസിനെ ഒറ്റക്ക് പറഞ്ഞു വിടാൻ റൈസിന് കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവന് നീന്തൽ വശമില്ലാത്ത ഒരാളല്ലേ, കാട്ടിൻ്റെ ഉള്ളിലാണ്, ഇരുടായി തുടങ്ങുകയാണ്. ഏകദേശം എന്തായാലും മൂസിനെ ഇവർ കൂടെ കൂട്ടിയത് വളരെ ഒരു കാര്യം തന്നെയാണ്. മുഹസിൻ വന്നത് കൊണ്ടോട്ടിൽ നിന്നാണ്. ഇവരുമായിട്ട് പരിചയമില്ലാത്ത ആളാണ്, പരിചയമില്ലാത്ത ഒരാളാണ്. ഒഴുക്കിൽ പെടുമ്പോഴാണ് റൈസ് ഇവനെ പിടിക്കുന്നത്. ആ ഒരു ബന്ധമാണ് മൂസിനുള്ളത്, ആ ഒരു അത്രത്തെ നേരത്തെ ആ ഒരു ഇതുള്ളത്. മുഹസിൻ ഒഴുക്കിൽ പെട്ട് രക്ഷിച്ചത് റൈസാണ്. റൈസ് അതേപോലെ നമ്മളിവിടെ ഉണ്ട്, പിന്നെ ഒരു പോലീസുകാരൻ കുഞ്ഞുമോന്, അവൻ്റെ ശരിക്കുള്ള പേര് മറന്നുപോയി, ഞങ്ങളെ സുഹൃത്താണ്, നജിമുദ്ദീൻ. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവനും ഈ റൈസും കൂടിയിട്ടാണ് അവനെ കരക്ക് പറ്റിക്കുന്നത്. ഇവർ പോകുന്ന കൂട്ടത്തിൽ ഈ മൂസിൻ കൂടി. മൂസിന് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രഷർ കുറഞ്ഞപ്പോൾ അവർക്ക് 4 മണിക്കൂർ ഡിലേ ആണ്ടി വന്നു. അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇങ്ങോട്ട് 10 കിലോമീറ്റർ ഉണ്ട്, പിന്നെ അങ്ങോട്ട് കുറഞ്ഞ ദൂരമുള്ളൂ. അതുകൊണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് ഇന്നലെ രാത്രി അവർ നിന്നത് എന്നുള്ളതാണ് റൈസ് ഫോണിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഈ നാട്ടുകാരാണ്. പിന്നെ ഞങ്ങളെ കുടുംബങ്ങൾ കുറേ ആളുകൾ അതിൽ, എൻ്റെ പെങ്ങളെ കുടുംബങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ട് ഞാൻ കാണിച്ചാൽ എൻ്റെ വാട്സപ്പിലുണ്ട്. ഫോട്ടോ അയച്ചിട്ട് ഈ ആളെ കിട്ടിയിട്ടുണ്ടോ, തിരിച്ചറിയോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അയച്ചിട്ട് ഓരോ ഇന്നും പറഞ്ഞു അങ്ങനെ ബോഡി ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തു വരാം, തണ്ടർവോൾട്ട് കൊടുത്തു വരാം, ഫോറസ്റ്റുകാരും കൊടുത്തു വരാം, ഒറ്റയ്ക്ക് പോകരുത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളാരെയും ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പറയില്ല. പക്ഷേ 2 ദിവസമായിട്ടും അങ്ങോട്ട് എത്താത്തതുകൊണ്ട് ഇവരെ ഈ അവിടുന്ന് വിളിച്ചിട്ടില്ല. പ്രഷറും മാത്രമല്ല, അവിടെ ഈ മുണ്ടക്കൈ ഭാഗത്ത് ആരും ഇല്ല. ഇപ്പോൾ നിലവിലെല്ലാവരും താഴെയാണ്. സാലിമാണെങ്കിലും റൈസ് ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ മറികടക്കണം എന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 1 മണിക്ക് അവർ അവിടുന്ന് പോയി കഴിഞ്ഞാൽ വയനാട് എത്തൂല എന്നുള്ള ഷുവറാണ്. കാരണം എന്താ വെച്ചാൽ ഇത്ര കിലോമീറ്റർ ദൂരമുണ്ട്. അതേപോലെ ഉറപ്പായിട്ട് അവർ പോയോ? എന്നിട്ടും അവർ പോയി കഴിഞ്ഞിട്ട് പക്ഷെ അവർക്ക് ഇന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യാന്നുണ്ട്. പക്ഷെ അവരെ കൂടെ ഉള്ള ആൾക്ക് എന്ത് സംഭവിച്ചു? പ്രഷർ കുറഞ്ഞത് കൊണ്ട് അവർ കുടുങ്ങിയാൽ കാട്ടിൽ നിൽക്കാൻ ഉറപ്പിച്ചാണ് പോയത്. അത് അങ്ങനെ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. ഇന്ന് അതിലെ പോയിട്ട് അതിലെ തിരിച്ചു വരും എന്നുള്ള പറഞ്ഞിട്ട് തന്നെയാണ് അവരോട് പോയത്. ഇതിന് മുമ്പ് ഈ വഴിക്ക് പോയിട്ടുണ്ട് അവർ പോയിട്ടുണ്ട്. കാരണം പോയത് കൊണ്ടാണല്ലോ അവർക്ക് ഇത് അറിയാലോ, ഈ ചാലിയാർ ഇങ്ങനെ പോയ വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർക്ക് ഒരു വെനയായത് ഒപ്പമുള്ള മൂസനാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വഷളായത്. നമ്മളെ കൂട്ടത്തിലെ ഒരാളാണെങ്കിലും എന്തൊക്കെ പറയേണ്ട ഒരു കാര്യം, മൂസനെ ഒരു കപ്പ കിട്ടിയൊരു സുഹൃത്താണെങ്കിൽ ഒരു കൈവിട്ടിട്ടില്ലല്ലോ. അതെ, സുഹൃത്തിനെ കാട്ടില്ല. അപ്പോൾ കൊടുങ്കാട്ടിൽ അവരെ സംരക്ഷിച്ച് അവരെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ മൂസിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൂസിൻ കൊണ്ടോട്ടിക്കാരനാണ് എങ്കിലും അവരെ ഒഴുക്കിൽപ്പെട്ട് പിടിച്ച് കരകയറ്റിയ ഒരാളാണ്. കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് അവർ പോകുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേ മൂസിന് എന്ത് സംഭവിച്ചു? പ്രഷർ കുറഞ്ഞു 3 മണിക്കൂർ എന്ത് ചെയ്തു? ഒരു വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരു മരത്തിൻ്റെ ചോട്ടിൽ അവർ സ്റ്റേ ചെയ്തേക്കാണ്. നിങ്ങൾ രാത്രി മുഴുവൻ ടെൻഷൻ അടിച്ചോ? ടെൻഷനുണ്ട്. സാലിമിൻ്റെ കാര്യത്തിലും ഇവൻ്റെ കാര്യത്തിലും ടെൻഷനില്ല, ഈ മൂസിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ. കാരണം അവൻ്റെ മാതാപിതാക്കൾ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ. ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കണമെന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ടാണ് അവർ പോയതെന്നും സംഭവിച്ചതെന്നും പറയുന്നു. അവർ സുഖമില്ലായ്മയും കൂടിയാണ്.
മുഖസേനെ സഹായിക്കാൻ നിന്നതാണ് ഇങ്ങനെ സംഭവിച്ചതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഇവർ വയനാട്ടിലേക്ക് പുറപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് അവരെ കൂട്ടാൻ വേണ്ടി. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.